മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. വഖഫ് എന്ന് പറയുന്ന വിഷയം മതത്തിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് ആ വഖഫ് ബോർഡിൽ അംഗമായിക്കൊണ്ട് വഖഫ് സംരക്ഷണ കാര്യങ്ങളിലും ഇന്ന് നടക്കുന്ന വഖഫ് കയ്യേറ്റങ്ങൾക്കെതിരെ മുനമ്പം പോലെയുള്ള സംഗതികളിലൊക്കെ തന്നെ വഖഫ് കയ്യേറ്റങ്ങളും ദുർവിനിയോഗവുമാണ് നടന്നിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മതപരമായിട്ട് അതിൻ്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കാനും അത് ഉറക്കെ പറയാനും കിട്ടിയ ഒരു അവസരം എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമുള്ളത്. സമസ്തയുടെ അംഗീകാരം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. സമസ്ത അങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. എന്നെ അവരെന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. ചില കമ്മിറ്റിയിലൊക്കെ ഞാൻ നേരത്തെ ഉണ്ട്. ആ സർക്കാർ തന്ന ഹജ്ജ് കമ്മിറ്റിയിലുണ്ട്, മദ്രസ ബോർഡ് കമ്മിറ്റിയിലുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ചിലവ് മാറ്റിയിട്ട് വേറൊരു കമ്മിറ്റിയിൽ വന്നേ ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് പ്രതികരിക്കാനുള്ള അവസരം കിട്ടുന്നത് സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ്. മുനമ്പം വിഷയത്തിൽ മുനമ്പം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അത് വഖഫ് ഭൂമിയാണ്. അത് ഒരു ഷേർട്ട് എന്ന് പറയുന്ന കൂട്ടർ വഖഫാക്കിയതാണ് ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ട്. ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വഖഫാക്കിയ വസ്തുവാണ് ആ കാര്യം. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കയ്യേറ്റം ചെയ്യപ്പെടുകയും ആ കോളേജ് കമ്മിറ്റി തന്നെ ബാക്കി ഭാഗം വിൽക്കുകയൊക്കെ ചെയ്തത് വളരെ തെറ്റായ സംഗതിയാണ്. ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത സംഗതിയാണ്. അപ്പോൾ അത്തരം കാര്യത്തിലൊക്കെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരം വളരെ നല്ലതായിട്ട് ഞാൻ കാണുന്നു. സംരക്ഷിക്കോ അല്ലെന്നുള്ളത് എനിക്കറിയില്ല. സംരക്ഷിക്കാൻ ഞാൻ എന്താക്കും, പ്രവർത്തിക്കും ഇൻഷാ അല്ലാഹ്. അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതിൻ്റെ സിദ്ധാന്തം, അതിൻ്റെ ആദർശം അത് വേറൊന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് വേറൊന്നാണ്. അത് പിന്നെ ഇവിടെ നമുക്കറിയാലോ, ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്. ഇവിടെ നിരീശ്വരത്വം നടപ്പാക്കുന്ന ഒരു പദ്ധതിയൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. അത് നടക്കില്ല അങ്ങനെയുള്ളത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇടതുപക്ഷത്തിൽ കമ്മ്യൂണിസം ഉണ്ട് എന്നത് കൊണ്ടിട്ട് ഇടതുപക്ഷത്തിന് മുഴുവനും നമ്മൾ എന്താക്കണം, എതിർക്കണമൊന്നുമില്ല. അവർ എന്തെങ്കിലും മോശമായ കാര്യം കൊണ്ടുവന്നാൽ എതിർക്കും, നല്ലത് ചെന്നാൽ അതിനെ പിന്തുണക്കും. അഞ്ഞ് വലതുപക്ഷമാണെങ്കിലും അങ്ങനെ തന്നെ. അല്ലാതെ സമസ്തയെ സംബന്ധിച്ചോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. സ്ഥിരമായിട്ട് ഒന്നിനെ എതിർക്കണമെന്നോ ഒന്നിനെ അനുകൂലിക്കണമെന്നോ എന്നുള്ള സിദ്ധാന്തം ആർക്കുമില്ല. ആദ്യം അകൽച്ചല്ലല്ലോ, പത്രക്കാർ നിങ്ങളുടെ സൃഷ്ടിയാണല്ലോ അകൽച്ചെന്നുള്ളത്. പാണക്കാട് തങ്ങന്മാരെന്നല്ല ആരുമായിട്ട് നമുക്കെന്തില്ല ഒരു അകൽച്ചല്ല. എല്ലാവരെയും സൗഹാർദ്ദത്തിൽ പോകണം എന്നുള്ളതാണ് ഞാൻ ചെറുപ്പത്തിലെ പഠിച്ചതും അതാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അങ്ങനെ നേരത്തെ അങ്ങനെ ആയില്ലല്ലോ. എവിടെ ആരെയാണ് പറഞ്ഞത്? പാണക്കാട് തങ്ങന്മാരെ പറ്റി ഞാൻ വിമർശിച്ചു നിങ്ങളുടെ സൃഷ്ടിയാണ്. ഇപ്പം മാതൃഭൂമിൻ്റെ ഒരാളാണ് ഇന്നലെ തന്നെ എന്താക്കിയത്. ഞാൻ സ്വാഗതം പറയുന്നതിന് സംബന്ധിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പാണക്കാടിൻ്റെ വിരോധികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പേരിട്ടാണ്. ഞാൻ പാണക്കാട് ഇന്നലെ സാദിഖലി തങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദത്തിലാണ്. പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾ ഓരോന്നുണ്ടാക്കി തീർത്തിട്ട് നിങ്ങൾ വാർത്ത കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന സൃഷ്ടിയാണ്. ഞാനതിന് ഉത്തരവാദിയല്ല. ഓക്കെ.